Subscribe my channel and enable bell icon to get notifications. Good morning all of you. Welcome to SAS Academy. I am Sajna Shias. ഇന്ന് ഞാൻ സ്റ്റേറ്റ് സിലബസിൻ്റെ 11th ഹിന്ദി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മധുരതു എന്ന കവിതയുടെ ആസ്വാദൻ ടിപ്പണിയും അതുപോലെ തന്നെ സമാനാർത്ഥി ശബ്ദാർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. നിങ്ങളിൽ നിന്ന് പലരും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തരൂ മാഡം, അതാണ് കൂടുതൽ ഹെൽപ്ഫുൾ എന്നുള്ള രീതിയിൽ. സോ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വാദൻ ടിപ്പണി നോട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ആസ്വാദൻ ടിപ്പണിക്കും കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ വെറുതെ ഒരു കവിത പഠിക്കുന്നു, ആ കവിതയിലുള്ള ആശയങ്ങൾ മുഴുവൻ മനസ്സിലുണ്ട്, ആ ആശയങ്ങൾ മുഴുവൻ നമ്മൾ എഴുതുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഏത് പാട്ടാണോ ചോദിക്കുന്നത് ആ പാട്ടിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നമ്മൾ ആസ്വാദൻ ടിപ്പണി എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ഒരു ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോഴത്തേക്കും അതിന് 3 പാരഗ്രാഫ്സ് വേണം. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കവിയുടെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് തന്നിരിക്കുന്നത് എത്ര ലൈൻസ് ആണോ, ഏത് ലൈൻസ് ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ മീനിങ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ആ ഒരു 4 ലൈൻസ് കവിതയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത്. അത് 4 ലൈൻസിനെ റിലേറ്റ് ചെയ്തിട്ടല്ല എഴുതേണ്ടത്, അത് നിങ്ങൾ ആ കവിതയെ റിലേറ്റ് ചെയ്ത് തന്നെ ആ ഒരു ലാസ്റ്റ് തേർഡ് പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ ഒരു കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തേർഡ് പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ 3 പാരഗ്രാഫായിട്ട് എപ്പോഴും ആസ്വാദൻ ടിപ്പണി നിങ്ങൾ 3 പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് കവിയുടെ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫ് തന്നേക്കുന്നത് ഏത് സ്റ്റാൻസയാണോ അതിൻ്റെ എക്സ്പ്ലനേഷൻ, തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് പോയം. നിങ്ങൾ ആ പോയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങൾ അവിടെ തേർഡ് പാരഗ്രാഫായിട്ട് എഴുതുക. ഇതാണ് ആസ്വാദൻ ടിപ്പണി സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മധുരതു എന്ന ചാപ്റ്ററിൻ്റെ ആസ്വാദൻ ടിപ്പണി ഞാൻ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ കണ്ടല്ലോ ഫസ്റ്റ് പാരഗ്രാഫ്, അതായത് ഈ ഒരു പാരഗ്രാഫ് ആസ്വാദൻ ടിപ്പണി മധുരതുന്ന് ഏത് സ്റ്റാൻസ വന്നാലും ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ കവി പരിചയ് എന്ന ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ഇതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടത് സെക്കൻഡ് പാരഗ്രാഫ് മാത്രമാണ്. ഞാൻ തന്നേക്കുന്ന ഫസ്റ്റ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും നിങ്ങൾ ഇത് തന്നെ എഴുതിയാൽ മതിയാകും. മീൻസ് നിങ്ങൾ ഇതേമാതിരി ബൈഹാർട്ട് ചെയ്ത് എഴുതുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റ്സ് മനസ്സിലാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ മാത്രം ലൈൻസിനനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന കവിതയുടെ സ്റ്റാൻസയ്ക്ക് അനുസരിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കവിയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്, കവിയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. കവിയെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ ജയശങ്കർ പ്രസാദ്ജിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് തന്നേക്കുന്നത്, ഇത് നിങ്ങൾ എഴുതിയാൽ മതിയാകും. നോ ഇഷ്യൂ. ആ ഒരു പാരഗ്രാഫിന് നിങ്ങൾക്ക് ഒരു മാർക്കും കട്ടാവില്ല. ഈ സെൻറ്റൻസുകൾ എഴുതിയാൽ നിങ്ങളുടെ കവി ഇൻട്രൊഡക്ഷൻ ओके ആണ്. ओके, फर्स्ट पैराग्राफ നോക്കാം. जयशंकर प्रसाद हिंदी साहित्य के छायावादी कवियों में अग्रणी है. कामायनी, चरना, लहर आदि उनकी श्रेष्ठ काव्य रचनाएं है. मधुऋतु जयशंकर प्रसाद की छायावादी कविता है. इस कविता में वसंत काल के आगमन का सुंदर वर्णन हुआ है. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം മധുരതു എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദ്ജി എഴുതിയിട്ടുള്ള നല്ലൊരു കവിതയാണ്. അപ്പോൾ ജയശങ്കർ പ്രസാദ്ജിയെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ടത്. ഇവിടെ തന്നേക്കുന്ന ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദ്ജി ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദി കവികളിൽ മുഖ്യനാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാമായണി, ചർണ, ലഹർ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ കാവ്യരചനകളാണ്. അത് കഴിഞ്ഞിട്ട് മധുരതു ജയശങ്കർ പ്രസാദ്ജിയുടെ ഛായാവാദി കവിതയാണ്. അടുത്ത സെന്റൻസ് ഇസ് കവിതാമേ വസന്ത് കാൽ കെ ആഗമൻ കാ സുന്ദർ വർണ്ണൻ ഹുവാ ഹെ. ഈ കവിതയിൽ വസന്തകാലത്തിന്റെ ആഗമനം, അതിൻ്റെ ആ ഒരു വരവിന്റെ സുന്ദരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. ഓക്കെ,
സെക്കൻഡ് പാരഗ്രാഫ്, അതായത് സ്റ്റാൻസ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം മധുരതയിൽ ഒരുപാട് സ്റ്റാൻസേഴ്സ് ഉണ്ട്. 4 ലൈൻസ് വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല 8 ലൈൻസ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ. സ്റ്റാൻസ് എത്ര ലൈൻസ് ആണോ നിങ്ങൾക്ക് തന്നേക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി വേണം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് 4 സ്റ്റാൻസ ഞാൻ അതിൻ്റെ കവിതാ ഭാഗം നിങ്ങൾക്ക് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫാണ് ചേഞ്ച് ചെയ്ത് എഴുതേണ്ട പാരഗ്രാഫ്. ഏത് ലൈൻസ് ആണോ തരുന്നത് അതിനടിസ്ഥാനമാക്കി വേണം നിങ്ങളുടെ സെക്കൻഡ് പാരഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. മധുരതുവിന്റെ ആദ്യത്തെ സ്റ്റാൻസ 4 ലൈൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫായിട്ട് ഈ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് കേട്ടോ. അരെ ആ ഗയി ഹെ ഭൂലി സി യഹ് മധുരതു 2 दिन को छोटी सी कुड़िया में रज दूं नई व्यथा साथ इनको. ഈ 4 ലൈൻസ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത്തരത്തിലാണ്. कवि यहाँ कहते हैं कि कवि के शून्य हृदय में पद भूलकर आने वाली वसंत काल के समान अचानक प्रेमिका आ गई है. दुख के इन दिनों में साथी बनकर आई वसंत ऋतु को कवि एक കുടിയ ബനാക്കർ ഉസ്മേ ബസാന ചാത്ത ഹെ. സിമ്പിൾ ആയിട്ടാണ് തന്നേക്കുന്നത്. കവി പറഞ്ഞിരിക്കുന്നത് കവിയുടെ ശൂന്യ ഹൃദയത്തിലേക്ക്, വളരെ ശൂന്യമായി നിൽക്കുന്ന തൻ്റെ ഹൃദയത്തിലേക്ക് വഴിതെറ്റി വന്നിരിക്കുകയാണ് വസന്തകാലമാകുന്ന തൻ്റെ പ്രേമിക, അല്ലെങ്കിൽ വസന്തകാലത്തിനെ പോലെ വഴിതെറ്റി വന്നിരിക്കുകയാണ് തൻ്റെ പ്രേമിക തൻ്റെ ശൂന്യമായ ഹൃദയത്തിലേക്ക്. ദുഃഖത്തിൻ്റെ ഈ ഒരു സമയത്ത്, ദിവസങ്ങളിൽ തന്നിലേക്ക് അടുത്തെത്തിയ തൻ്റെ ആ ഒരു വ്യഥാസാഥിന് വേണ്ടിയിട്ട്, ദുഃഖത്തിലേക്ക് എത്തിയ തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട്, തൻ്റെ വസന്ത ഋതുവായിട്ടുള്ള തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട്, വസന്ത ഋതുവിനെ പോലെ എത്തിയ തൻ്റെ പ്രേമികയ്ക്ക് വേണ്ടിയിട്ട് കവി ഒരു കുടിൽ നിർമ്മിച്ച് അതിൽ അവളെ വസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവളെ അതിൽ താമസിപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതാണ് ആദ്യത്തെ 4 ലൈനിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ, അടുത്ത 4 ലൈൻസ് ഞാൻ വായിക്കാം, സ്റ്റാൻസ ഞാൻ വായിക്കാം, അതിനുശേഷം എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഓക്കെ. വസുധ നീचे ऊपर नभ हो, नीड अलग सबसे हो, छाड़ खंड के चिरपद छड़ में भागो सूखे तिनको. आकाश और धरती के बीच प्रेम का नीड स्थित है. सूखे तिनके जैसे फालतू चीजों को वसंत के आगमन पर यहाँ कोई स्थान नहीं है. उन्हें शिशिर के पदछड़ में भाग जाना चाहिए. ആകാശവും ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രേമത്തിന്റെ കൂട് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സൂഖേ തിൻകോ ജൈസെ ഫാൽത്തു ചീസോക്കോ, ഉണങ്ങിയ പുൽനാമ്പുകൾ പോലുള്ള ഉപയോഗശൂന്യമായ തിങ്സ്, സാധനങ്ങൾക്ക് വസന്തകാലത്തിന്റെ ഈ ഒരു ആഗമന സമയത്ത് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. അവരെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവർ ശിശിരകാലത്തിലെ പതിച്ചടിലേക്ക് ഓടിപ്പോകുക. ശിശിരകാലം എന്ന് പറയുന്നത് ഇല കൊഴിയുന്ന കാലഘട്ടമാണ്. ആ കാലത്തേക്ക് ഓടിപ്പോകാനാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത 4 ലൈൻസ് ഏതാണെന്ന് നോക്കാം. ആശാ സെ അങ്കുർ ചൂലേങ്കെ पल्लव पुलकित होगे, मेरे किसलय का लघु भव यह आह खलेगा किनको. वसंत काल की इस प्रेममयी वातावरण में आशा के नए नए अंकुर छूलेंगे और प्रेमी पल्लव की तरह पुलकित हो जाएगी. इस प्रेम का मधुर मोहक संसार किसी को बुरा नहीं लगेगा. കവി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ 4 ലൈൻസിൽ? വസന്തകാലക്ക് ഈ പ്രേമമയ വാതാവരണം, വസന്തകാലത്തിലെ ഈ പ്രേമമയമായിട്ടുള്ള ഈ ഒരു വാതാവരണം, ഈ ഒരു ചുറ്റുപാടിൽ, ഈ ഒരു എൻവയോൺമെന്റിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണ്? ആശാക്കെ നയെ നയെ അങ്കുർ ചൂലെങ്കി, ആശകളുടെ പുതിയ പുതിയ പൂമൊട്ടുകൾ ഊഞ്ഞാലാടുന്ന ആ ഒരു പ്രേമമയമായിട്ടുള്ള ആ ഒരു വസന്തകാലത്തിന്റെ ആ ഒരു വാതാവരണം, ആ ഒരു ചുറ്റുപാട്, അവിടെ പ്രേമി എങ്ങനെയായിരിക്കും? പല്ലവിക്ക് തര പുളകിത് ഹോക്കി, പല്ലവ് പോലെ, തളിരിലകൾ പോലെ പുളകിതമായിരിക്കും. ആകെ പുളകിതമായിട്ടുള്ള തളിരിലകൾ പോലെ ആയിരിക്കും പ്രേമിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇസ് പ്രേം കാ മധുർ മോഹക് സൻസാർ കിസി കോ ബുരാ നഹി ലഗേഗ. ഇത്തരത്തിലുള്ള പ്രേമത്തിന്റെ മധുര മോഹകമായിട്ടുള്ള മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു ലോകം ആർക്കും ഒരിക്കലും മോശമായിട്ട് തോന്നുകയില്ല. എന്ന് വെച്ചാൽ ഈ ഒരു സമയത്തെ ആരും ഇഷ്ടപ്പെടാതിരിക്കുകയില്ല എന്നാണ് കവി 4 ലൈനിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത 4 ലൈൻ ഏതാണെന്ന് നോക്കാം. सिहर भरी कांपती आवेगी मलयानिल की लहरें, चुंबन लेकर और जगाकर मानस नयन नलिल को. प्रेमी
മലയാനിൽ की ലഹരെ ജैसी कांपती हुई आएगी. പ്രേമി എങ്ങനെയാണ് വരുന്നത്? മലയാനിലെ ലഹരയും കാറ്റുപോലെ കാമ്പത്തി ഹുയി, എങ്ങനെ വിറച്ചുകൊണ്ടാണ് വരുന്നത്. और कवि के मन के नयन रूपी कमलों को ചുംബൻ करके जाएगी. അങ്ങനെ വിറച്ചുകൊണ്ട് വരുന്ന ആ കാറ്റ് എന്താണ് ചെയ്യുന്നത്? കവിയുടെ നയനരൂപി കമലോങ്കു, അതായത് നയനമാകുന്ന കമലോങ്കു, ആ ഒരു താമര ഇതളിൽ എന്ത് ചെയ്യുന്നു? ചുംബൻ കർക്കെ ജായേഗി, എന്താ പറയുന്നത്, ചുംബനം നൽകിക്കൊണ്ട് അവിടെ നിന്നും കടന്നു പോകുന്നു എന്നാണ് ആ 4 ലൈനിലൂടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 ലൈൻ, നെക്സ്റ്റ് 4 ലൈൻസ് ഏതാണെന്ന് നോക്കാം. जवा कुसुम सी उषा खिलेंगी मेरी लघु प्रांची में, हंसी भरे उस अरुण अधर का राग रागेगा दिन को. कवि के छोटे संसार में पूर्व दिशा से लाल कुसुम की तरह उषा खिलेंगे. ഉഷ കെ ലാൽ അധരോं का रंग दिन को रंगीन बना देता है. സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതിയാകും. പിന്നെ ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2 ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺവേർഡ്സ് ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം, നോ ഇഷ്യൂ. ഓക്കെ, ഇതിന്റെ 4 ലൈൻസിൽ എന്താണ് ഉദ്ദേശിക്കുക? കവിക്ക് ചോട്ടെ സൻസാർമേ, കവിയുടെ ആ ഒരു ചെറിയ ലോകത്തേക്ക് ആര് വന്നേക്കാണ്? പൂർവ്വ ദിശാസെ, പൂർവ്വ ദിശയിൽ നിന്നും ലാൽ കുസും കി തര, ചുവന്ന പൂക്കളെ പോലെ, റോസാ പൂക്കളെ പോലെ, ചുവന്ന പൂക്കൾ എന്ന് പറയുന്ന റോസാ പൂക്കളുടെ ആ നിറത്തോടു കൂടി ആര് വന്നേക്കാണ്? ലാൽ തര ഉഷാ ഖിലേങ്കി, പ്രഭാതം വന്നെത്തിയിരിക്കുകയാണ്. ഉഷാക്കെ ജോ ലാൽ അധരോं का रंग, ഉഷയുടെ ആ ഒരു ചുവന്ന കവിളുകളുടെ ആ ഒരു നിറം എന്ന് പറയുന്നത് ദിൻകു രംഗീൻ ബനാദേക്കി, ദിവസത്തെ എന്താക്കി മാറ്റുന്നു? പ്രകാശമയമാക്കി മാറ്റുന്നു, കളർഫുൾ ആക്കി മാറ്റുന്നു, രംഗീൻ കളർഫുൾ ആക്കി മാറ്റുന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 ലൈൻസ് ഏതാണെന്ന് നോക്കാം. अंधकार का जल्दी लाग कर आवेगी शशि किरणें, अंतरिक्ष चिड़केगा कन कन निशी में मधुर तुहिन को. रात के समय अंधकार पार करके चांदनी आएगी. രാത്രിയായാൽ ആ ഒരു അന്ധകാരനെ, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആരാണ് വരുന്നത്? ചാന്ദിനി, അതായത് ചന്ദ്രന്റെ കിരണങ്ങളാണ് വന്നെത്തുന്നത്. അന്തരീക്ഷസെ പ്രകൃതി കെ കൺ കണമേ ഓസ്കി ബൂന്തോं की വർഷ കരേഗി. അന്തരീക്ഷം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? പ്രകൃതിയുടെ ഓരോരോ കണങ്ങളിലും ഓരോരോ അംശങ്ങളിലും എന്താണ് ചെയ്യുന്നത്? ഓസ്കി ബൂന്തേ, അതായത് മഞ്ഞുതുള്ളികൾ വർഷിക്കുന്നു, മഴയായി പെയ്യ്ക്കുന്നു എന്നാണ് ഈ ഒരു 4 ലൈൻസിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് 4 ലൈൻസിൽ ഇസ് ഏകാന്ത സൃജൻ में कोई कुछ बाधा मत डालो, जो कुछ अपने सुंदर से है दे देने दो इनको. അതായത് അവസാനത്തെ 4 ലൈൻസ് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കവി യഹാ कहते हैं कि वसंत ऋतु में कवि यहाँ कहते हैं कि वसंत ऋतु में वसंत और प्रकृति आपस में സമർപ്പിത് करते हैं. വസന്തകാലത്തിൽ വസന്തകാലവും പ്രകൃതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും. യഹ് ഏക് സൃജൻ കാ കാര്യ ഹെ, ഇതൊരു സൃഷ്ടിയുടെ കാര്യമാണ്, ഇതൊരു സൃഷ്ടിയുടെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഉനക്കെ സൃജൻ കാര്യമേ, ആ ഒരു സൃജൻകാരി, ആ ഒരു സൃഷ്ടിയുടെ ആ ഒരു കാര്യത്തിൽ, ആ ഒരു പ്രവൃത്തിയിൽ കിസിനെ ഭി കുച്ച് ബാധ മത് ഡാലോ, ആരും യാതൊരു തരത്തിലുള്ള തടസ്സവും വരുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്നേമേം ജോ കുച്ച് സുന്ദർ ഹെ, നമ്മളിൽ എന്താണോ സുന്ദരമായിട്ടുള്ളത്, ഉസേ ഭി ഇൻ പ്രേമയുഗ്മോങ്കോ ദേനാ ചാഹെ, അതിനെയും ഈ പ്രേമയുഗ്മങ്ങൾക്ക്, ഈ പ്രേമ ജോഡികൾക്ക് നൽകുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് ഈ കവിതയുടെ അവസാന 4 ലൈനിലോടുകൂടി ഈ കവി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ലൈൻസ് ആണോ ചോദിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിലെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഇത് ഞാൻ സിമ്പിളായിട്ട് 1, 2, 3 ലൈൻസിൽ തന്നേക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം, നോ ഇഷ്യൂ. അത്രത്തോളം ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എത്രത്തോളം ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും അത്രത്തോളം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് ലൈൻസ് ആണ്, ആദ്യത്തെ ലൈൻ ആണെങ്കിൽ അങ്ങനെ എഴുതുക, രണ്ടാമത്തെ 4 ലൈൻസ് ആണെങ്കിൽ അങ്ങനെ, ഇനി ആദ്യത്തതും രണ്ടാമത്തതും കൂടി ചേർത്ത് 8 ലൈൻസ് ആണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതുക. അങ്ങനെ
ഏത് സ്റ്റാൻസയാണോ തരുന്നത് അതിനെ അടിസ്ഥാനമാക്കി വേണം സെക്കൻഡ് പാരഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് വേണ്ടത് തേർഡ് പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫ്. ഇത് ഫിക്സഡ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാം, നോ ഇഷ്യൂ. പെർഫെക്റ്റ് സെന്റൻസ് ആണ് ഈ തന്നേക്കുന്നത്, ഇത് മതി തേർഡ് പാരഗ്രാഫായിട്ട്. ഇസ് കവിത മേ, അതായത് മധുരദു എന്ന ഈ ഒരു കവിതയിൽ ഛായാവാദി പ്രവർത്തിയും സുന്ദർ സമാവേശ, ഛായാവാദി പ്രവർത്തികളുടെ സുന്ദരമായിട്ടുള്ള ഒരു കൂട്ടം, അതായത് ഇതിന്റെ ഒരു യോജന, ഇതിന്റെ ഒരു സമാവേശ്, കൂടിച്ചേരൽ നമുക്ക് ഇതിൽ ഈ ഒരു കവിതയിൽ കാണാൻ സാധിക്കും. കവിത ദ്വാര, കവിതയിലൂടെ, കവി പ്രേം ഏവം പ്രകൃതിക്ക്, പ്രേമത്തിന്റെയും പ്രകൃതിയുടെയും രാഗാത്മകമായിട്ടുള്ള ദുനിയ, ലോകത്തിനെ വരച്ചു കാട്ടാനായിട്ട്, ദർശാനേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ദർശാനേക്ക് കോശിഷ് കി ഗയി ഹെ, ശ്രമമാണ് ഈ കവിതയിലൂടെ കവി നമ്മുടെ മുന്നിലേക്ക് ചെയ്തിരിക്കുന്നത്. സോ ഒരു ശ്രമമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ചെയ്തിരിക്കുന്നത്. അതായത് പ്രകൃതിയുടെയും പ്രേമത്തിന്റെയും ഒരു രാഗാത്മകമായിട്ടുള്ള ഒരു ലോകത്തിനെ നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാട്ടാനാണ് കവി ഈ കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്ന് എഴുതിയാൽ നിങ്ങളുടെ ടിപ്പണി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും യാതൊരു ചേഞ്ചസും ഇല്ല, ഇങ്ങനെ തന്നെ എഴുതാം. സെക്കൻഡ് പാരഗ്രാഫ് തന്നേക്കുന്ന സ്റ്റാൻസ് അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ ടിപ്പണി ഓക്കെ ആണല്ലോ. ഇതാണ് ടിപ്പണി. നിങ്ങൾ നന്നായിട്ട് 1-2 തവണ കേൾക്കുക, മനസ്സിലാക്കുക, വായിക്കുക, എന്നിട്ട് പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ടിപ്പണി. ഇനി നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടിപ്പണി ഏത് ലൈൻസ് ആണോ തരുന്നത്, ഇപ്പൊ 4 ലൈൻസ് ആണെങ്കിലും 8 ലൈൻസ് ആണെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു സമാനാർത്ഥി ശബ്ദം ചോദിക്കും 1 മാർക്കിന്. അതായത് സമാനമായ അർത്ഥം വരുന്ന വാക്ക് തരും, എന്നിട്ട് ഈ അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ഈ സ്റ്റാൻസയിലുള്ളതെന്ന് ചോദിക്കും. ഇപ്പൊ മധുഋതു എന്നാണ് ഈ കവിതയിൽ തന്നേക്കുന്ന വാക്ക്. പക്ഷെ മധുഋതു എന്ന വാക്കിന്റെ സമാനമായി അർത്ഥം വരുന്ന ശബ്ദമാണ് വസന്ത ഋതു, അല്ലെ? അപ്പൊ വസന്ത ഋതു എന്ന അർത്ഥം വരുന്ന സമാനാർത്ഥി ശബ്ദം പോയത്തിൽ തന്നേക്കുന്നത് മധുഋതു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക, മനസ്സിലാക്കി വെക്കുക, പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് 1 മാർക്ക് മിസ് ചെയ്യാതെ, മധുഋതു ആണ് നിങ്ങൾക്ക് വരുന്നത് എക്സ്പ്ലനേഷൻ ടിപ്പണി ലേഖനം വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരെണ്ണം വരും, അതിലേതെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ വസന്ത ഋതു എന്ന് അർത്ഥം വരുന്ന സമാനാർത്ഥി ശബ്ദം ഈ കവിതയിലുള്ളത് മധുഋതു എന്നാണ്. കുടിയ എന്നർത്ഥം വരുന്ന സമാനാർത്ഥി ശബ്ദം ചോമ്പടി, കുടിൽ എന്നർത്ഥം വരുന്നത് ചോമ്പടി എന്ന വാക്കാണ് ഈ കവിതയിൽ തന്നിട്ടുള്ളത്. ദുഃഖ് എന്നർത്ഥം വരുന്നത് വ്യഥ എന്ന വാക്കാണ് ഈ കവിതയിൽ തന്നിട്ടുള്ളത്. സഹേലി എന്നർത്ഥം വരുന്നത് സാഥിൻ, കൂട്ടുകാരി എന്നർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് സാഥിൻ എന്ന വാക്കാണ്. ധർത്തി, ഭൂമി എന്ന അർത്ഥം വരുന്ന വാക്ക് വസുധ എന്നാണ് ഈ കവിതയിൽ തന്നിട്ടുള്ളത്. ആസ്മാൻ, ആകാശം എന്നർത്ഥം വരുന്ന വാക്ക് നഭ് എന്നാണ് ഈ കവിതയിൽ തന്നേക്കുന്നത്. ജംഗൽ, വനം എന്നർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് ഝാർഖണ്ഡ് എന്നാണ്. ഘോസല, കൂട് എന്നർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് നീഡ് എന്ന ശബ്ദമാണ്. കലി, മൊട്ട് എന്നർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് അങ്കുർ എന്ന വാക്കാണ്. അടുത്ത ആഖ്, കണ്ണുകൾ എന്ന അർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് നയൻ എന്ന വാക്കാണ്. കമൽ എന്ന അർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് നലിൻ എന്നാണ്. പ്രഭാതം എന്നർത്ഥം വരുന്ന വാക്ക് ഈ കവിതയിൽ തന്നേക്കുന്നത് ഉഷ എന്നാണ്. പൂർവദിശ എന്നർത്ഥം വരുന്ന വാക്ക് ലഘു പ്രാചി. ലാൽ എന്നർത്ഥം വരുന്ന വാക്ക് അരുൺ എന്നാണ് ഈ കവിതയിൽ തന്നേക്കുന്നത്. സമുദ്ര എന്നർത്ഥം വരുന്ന വാക്ക് ജലതി എന്നാണ് ഈ കവിതയിൽ തന്നിട്ടുള്ളത്. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന വാക്ക് ശശി എന്നാണ് തന്നിട്ടുള്ളത്. ചാന്ദിനി എന്നർത്ഥം വരുന്ന വാക്ക് ശശി കിരണവും എന്നാണ് തന്നിട്ടുള്ളത്. രാത് എന്നർത്ഥം വരുന്ന വാക്ക് നിഷി എന്നാണ് തന്നിട്ടുള്ളത്. ഹിംകാൺ എന്നർത്ഥം വരുന്ന വാക്ക് തുഹിൻ എന്നാണ് തന്നിട്ടുള്ളത്. കിസ്ലയ എന്നർത്ഥം വരുന്ന വാക്ക് പല്ലവ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ തന്നേക്കുന്ന ഒരു രീതി മനസ്സിലായല്ലോ. ഇത് എന്ന് പറയുന്നത് അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ കവിതയിൽ തന്നിട്ടുള്ള വാക്കുകളാണ്, കവിതയിലുള്ള വാക്കുകളാണ് ഈ സൈഡിൽ തന്നിട്ടുള്ളത്. ഈ കവിതയിൽ തന്നിട്ടുള്ള ഈ വാക്കിന്റെ അർത്ഥമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് വരുമ്പോഴത്തേക്കും ഈ അർത്ഥങ്ങൾ തന്നിട്ട് വസന്ത് ഋതു, ജയ്സെ വസന്ത് ഋതു എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ മധുഋതു എന്നെടുത്ത് എഴുതുക. കവിതയിൽ തന്നേക്കുന്ന സ്റ്റാൻസിൽ ഏതാണോ അതെടുത്ത് എഴുതുക. ഓക്കെ, മധുഋതു എന്നെടുത്ത് എഴുതുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ടിപ്പണി സമാനാർത്ഥി ശബ്ദം, ടിപ്പണി ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒരു സമാനാർത്ഥി ശബ്ദം ചോദിക്കും. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കുക,
മനസ്സിലാക്കി വെക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ക്ലാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു കുട്ടികളിലേക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്ന മറ്റുള്ളവരിലേക്കും ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം മധുരതുവിൻ്റെ ക്ലാസ് ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. എക്സാമിന് നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, ദെൻ ഓക്കെ, താങ്ക് യു.